ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഒരു Q&A ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ നാൾ കൊണ്ട് കുറേ പേര് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ മാത്രമാണിത്. അപ്പോൾ എല്ലാ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. എന്താ വെച്ചാൽ യൂട്യൂബിൽ നിന്ന് അങ്ങനെ നമ്മുടെ ഫ്രണ്ട്സ് ആയാലും നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആയാലും എൻ്റെ അടുത്ത് അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ ചോദിച്ചിട്ടില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് 2 പ്രാവശ്യം ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്തൊന്നും ആരും ഒരു ക്വസ്റ്റ്യൻ പോലും ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ കൂടുതലും വീഡിയോസ് കാണുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സ്, നമ്മുടെ വീട്ടിലുള്ളവർ, അപ്പോൾ അങ്ങനെയൊക്കെയുള്ളവരാണ്. പിന്നെ പുറത്തുനിന്ന് കാണുന്ന കുറച്ച് പേര് മാത്രം, വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമേ കാണുള്ളൂ പുറത്തുനിന്ന് കാണുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയതുകൊണ്ട് തന്നെ അവർ നമ്മളെ നേരിട്ട് കാണുമ്പോഴാണ് കൂടുതലും ചോദിക്കുന്നത്. അവർക്ക് യൂട്യൂബിൽ കൂടി ചോദിക്കാൻ എന്തോ ഒരു മടിയാണ്. പിന്നെ നമുക്ക് വാട്സപ്പിലായാലും മെസ്സേജ് അയച്ചിട്ടുമൊക്കെയാണ് അവർ ചോദിക്കുന്നത്, ഓരോ കാര്യങ്ങളും ചോദിക്കുന്നത്. അപ്പം എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊന്നും ആർക്കും അറിയേണ്ടതെന്ന് വെച്ചാൽ അവർക്കെല്ലാം എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ അറിയാവുന്നവരാണ്. പിന്നെ അങ്ങനെ ചോദിക്കുന്നതുകൊണ്ട് നമ്മുടെ ലൈവിൽ വരുന്ന കുറച്ച് ആളുകളുണ്ട്. അപ്പോൾ അവർ മാത്രമാണ് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ അവർക്കറിയില്ലല്ലോ ഞാൻ ഏതാണ്, എവിടെ നിന്ന് വരുന്നു, എങ്ങനെയാണ്, ഒന്നും അറിയില്ല അവർക്ക്. അപ്പോൾ അങ്ങനെയുള്ളവർ മാത്രമാണ് നമ്മളോട് ചോദിക്കുന്നത്. ബാക്കി നമ്മുടെ വീഡിയോസ് കാണുന്നവർക്കെല്ലാം എന്നെ അറിയാം. ഒരുവിധം ഒരു 3/4 ആളുകളും എൻ്റെ ഫ്രണ്ട്സൊക്കെ തന്നെയാണ്. അപ്പോൾ അവർക്കെല്ലാവർക്കും അറിയാം, എന്നെക്കുറിച്ചിട്ട് അറിയാം. പിന്നെ അറിയാത്തതെന്ന് പറഞ്ഞാൽ അവർക്ക് യൂട്യൂബിനെ കുറിച്ചിട്ടാണ് അറിയാത്തത്. യൂട്യൂബിനെ കുറിച്ചിട്ടൊന്നും അറിയാത്ത ആളുകൾ വരെ എൻ്റെ കൂട്ടത്തിലുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ആൻസറാണ് ഇന്ന് ഞാൻ തരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ യൂട്യൂബ് തുടങ്ങി ഒരു ഏണിങ്സ് കിട്ടണമെന്നും പറഞ്ഞിട്ട് തുടങ്ങിയ ഒരാളല്ല. ശരിക്കും ഒരു വെറുതെ തുടങ്ങിയതാണ്. എന്ന് വെച്ചാൽ ഞാനിങ്ങനെ പ്രഗ്നൻസിയൊക്കെ കഴിഞ്ഞിട്ട് ആദ്യത്തെ മോള്, അപ്പോൾ അവൾ ഞാനൊന്നും ജോലിയൊന്നും ചെയ്യാനൊന്നും സമ്മതിക്കില്ല. എപ്പോഴും ഇങ്ങനെ അവളുടെ കൂടെ തന്നെ ഇരിക്കണമായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാനിങ്ങനെ എപ്പോഴും ഫുൾ ടൈം ടി വിയിലോ ഫോണിലോ ഒക്കെ യൂട്യൂബ്. അപ്പോൾ ആ സമയത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ കൊറോണ ടൈമാണ്, അതുകൊണ്ട് നമുക്ക് വെളിയിലും പോകാൻ പറ്റില്ല. അപ്പോൾ ആ സമയത്ത് യൂട്യൂബുകാരൊക്കെ ഇങ്ങനെ ഒരുപാട് വളർന്നു വരുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ ഒരു ടൈമിലാണ് ഞാൻ ആദ്യമായിട്ട് യൂട്യൂബ് തുടങ്ങിയാലോ എന്നതിനെക്കുറിച്ചിട്ട് കാര്യമായിട്ട് ചിന്തിക്കുന്നത്. അപ്പോൾ പണ്ടിങ്ങനെ കല്യാണത്തിനൊക്കെ മുന്നേ യൂട്യൂബൊക്കെ കാണുമായിരുന്നു. അപ്പോഴൊക്കെ ആഗ്രഹം തോന്നിയിട്ടുണ്ട് തുടങ്ങണം. പക്ഷെ അന്നേരമൊക്കെ വിചാരിക്കും നമുക്ക് പറ്റിയ പണിയില്ല. എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ഇൻട്രോവേർട്ടാണോ എന്ന് എനിക്ക് തന്നെ പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു സമയമാണ്. അല്ല, ആണ്, ശരിക്കും അങ്ങനെയാണ്. ഇൻട്രോവേർട്ട് ആണോ എന്നല്ല, ആണ് ശരിക്കും. അപ്പം അങ്ങനെയുള്ള ഒരു സമയത്ത് ഇങ്ങനെ ഒരു സംഭവം തുടങ്ങാൻ എന്തായാലും എനിക്ക് എന്നെ കൊണ്ട് പറ്റില്ല എന്നെനിക്ക് 100% ഉറപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് കുഞ്ഞൊക്കെ ആയപ്പോഴത്തേക്ക് ഒരു ധൈര്യമൊക്കെ വന്നു. അപ്പം നമ്മുടെ പുറയിൽ ആളുണ്ടല്ലോ, ചോദിക്കാനും പറയാനൊക്കെ ആളുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ധൈര്യം വന്ന് സംസാരിക്കാനൊക്കെ കുറച്ച് ഒരു ഷൈ ഇല്ലാണ്ടായി. ക്യാമറയിൽ നോക്കി ഇപ്പം ഞാനിത് ശരിക്കും ക്യാമറയിൽ തന്നെയാണ് കേട്ടോ നോക്കിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കുഞ്ഞിനെയൊക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഏട്ടൻ ഇങ്ങനെ എന്നും വൈകിട്ട് ഇങ്ങനെ വന്നിട്ട് നീ ഇതുകൊണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ തുടങ്ങിക്കൂടെ, നീ ഇതിനെ വെറുതെ ഇങ്ങനെ ഇരിക്കുന്നത്, വേറെ ജോലിയൊന്നും, കുഞ്ഞിനെ നോക്കുക, എന്തെങ്കിലും ഫുഡ് കഴിക്കുക, ആ ഒരു ജോലി മാത്രമേ. അപ്പോൾ ഇങ്ങനെ വെറുതെ ടി വി കണ്ടുകൊണ്ടിരിക്കണ്ടല്ലോ, അപ്പം അവർക്ക് കാശ് കിട്ടുന്നു, നമുക്കും അപ്പോൾ എന്തെങ്കിലും കിട്ടാമല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ എൻ്റെ അടുത്ത് ഏട്ടൻ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ ശരിയാണല്ലോ, തുടങ്ങാം. നമുക്ക് ഇപ്പോൾ കിട്ടുമെന്നൊന്നും അറിയില്ല, ഏണിങ്സ് കിട്ടുമെന്ന് അറിയില്ല, എന്നാലും ജസ്റ്റ് തുടങ്ങാം. നമ്മൾ എന്തായാലും വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യും, പിന്നെ ഫേസ്ബുക്കിലും അപ്ലോഡ് ചെയ്യാറുണ്ട്. വീഡിയോ മാത്രമല്ല, നമ്മുടെ ഫോട്ടോസും എല്ലാ കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ തന്നെ എല്ലാം ഞാൻ നമ്മുടെ നാട്ടുകാരെ അറിയിക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും പണ്ടുതൊട്ടേ അങ്ങനെയാണ്, എല്ലാവരും പറയും ഗീതുവിൻ്റെ വാട്സപ്പ് തുറന്നു കഴിഞ്ഞാൽ, സ്റ്റാറ്റസ് ഇടുന്നത് തുറന്നു കഴിഞ്ഞാൽ ഒരു നീണ്ടൊരു ട്രെയിനാണ് കാണുക. ഒരു 2 ട്രെയിനെങ്കിലും കാണും. എന്ന് വെച്ചാൽ ഒരേ ഫോട്ടോ തന്നെ ആയിരിക്കും, ഒരേ പോസ്റ്റിൽ തന്നെ നിന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ കിട്ടുകൊടുക്കും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കണ്ടിട്ട് എന്നെ എപ്പോഴും വഴക്ക് പറയാൻ കേട്ടു, നീ ഇതിന് ഇത്രയും ഫോട്ടോ ഇടുന്നത്, 1 or 2 അത്രയും പോരെ. അതുപോലെ എനിക്ക് ആ ഫുൾ ഫോട്ടോ കാണിച്ചാൽ എനിക്ക് സമാധാനമാവുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഏറ്റവും ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. എന്തായാലും നമ്മൾ വാട്സപ്പിൽ ഇടുന്നില്ല, അപ്പം യൂട്യൂബിലും കൂടി ഇടാം. ആളുകൾ കാണുന്നേ കണ്ട് നമുക്ക് കാശ് കിട്ടുന്നേ കിട്ടട്ടെ. അപ്പോൾ ഇന്ന സമയമൊന്നുമില്ല, എപ്പോഴാണോ കിട്ടുന്നത് ആ സമയത്ത് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ ആദ്യത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ മോളുടെ ചോറൂണിൻ്റെ വീഡിയോ ആണ് ഇട്ടത് കേട്ടോ. അപ്പോൾ അത് ഒരുപാട് പേരൊന്നും കണ്ടില്ല, നമുക്ക് ഉള്ള ഫ്രണ്ട്സൊക്കെ കണ്ടു. അങ്ങനെ ചാനൽ കുറച്ചായിട്ട് ഇങ്ങനെ വളർന്ന് വരാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് തോന്നി ഇതൊരു നല്ല വഴിയാണ് എന്നെനിക്ക് തോന്നി. അങ്ങനെയാണ് പിന്നെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ തുടങ്ങിയത്. അപ്പം ആദ്യം എനിക്കിങ്ങനെ ഇൻട്രോ എടുക്കണം അങ്ങനെയൊന്നും അറിയില്ലായിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനെ വീഡിയോസ് കാണാൻ തുടങ്ങിയതൊക്കെയാണ് ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ ഒരു ഇൻട്രോ എടുക്കണം, അല്ലെങ്കിൽ ആളുകളെ 10 പേരെ അറിയിക്കണം എന്നൊക്കെയുള്ള ആ സമയത്താണ് കേട്ടോ ഞാൻ അറിയുന്നത്. അപ്പോൾ എൻ്റെ പേര് ഗീതു ലക്ഷ്മി എന്നാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീടെന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലാണ് കേട്ടോ. അപ്പോൾ എനിക്ക് 2 മക്കളുണ്ട്, പിന്നെ ഏട്ടനുണ്ട്.
ഏട്ടൻ ഫുൾ സപ്പോർട്ടാണ് കേട്ടോ, കട്ട സപ്പോർട്ടാണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒന്ന് ചെയ്താൽ മതി, നീ ഇങ്ങനെ വെറുതെ ഇരിക്കരുത്, എന്തെങ്കിലും യൂട്യൂബിൽ വീഡിയോ ഇടുമോ, പാട്ട് പാടുമോ, എഴുതുമോ, വായിക്കുമോ, എന്തെങ്കിലും ചെയ്താൽ മതി, ഇങ്ങനെ വെറുതെ ഇരിക്കുന്നത് ഏട്ടനെ തീരെ കണ്ടോളൂ കേട്ടോ. അപ്പോൾ ഏട്ടൻ ഇങ്ങനെ എപ്പോഴും ശരിക്കും പറഞ്ഞാൽ ലീവ് എടുത്തൊക്കെ നിന്ന് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കിടക്കുക പോലും ചെയ്യാറില്ല കേട്ടോ. ഏട്ടൻ എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം, ഒന്നുമില്ലെങ്കിൽ വെളിയിലിറങ്ങി തൂമ്പയൊക്കെ എടുത്ത് ഇങ്ങനെ കിളയ്ക്കുക, അതൊക്കെയാണ് ഏട്ടൻ്റെ ജോലി. അപ്പോൾ ലീവ് എടുത്ത് നിൽക്കുകയാണെങ്കിൽ അല്ലെ ഫുൾ ടൈം ജോലിയായിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ട് ഞാനിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഏട്ടനൊരു മുഷിപ്പാണ്, ഇങ്ങനെ എപ്പോഴും വെറുതെ ഇരിക്കുമല്ലേ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഏട്ടൻ നിനക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ നീ ചെയ്തു, ഫുൾ സപ്പോർട്ടായിട്ട് കൂടെ കാണുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് യൂട്യൂബിൽ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതൊക്കെ ആരാണെന്ന് കേട്ടോ ചോദിച്ചത്. അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ, ഒരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം എഡിറ്റ് ചെയ്യുന്നത് ഞാൻ തന്നെയാണ്, എൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ്. ഈ യൂട്യൂബ് ചാനൽ ഫ്ലോപ്പായി പോയാലും അതല്ല നന്നായാലും എൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ് കേട്ടോ. ഞാനിപ്പോൾ എനിക്ക് പറ്റാത്ത സമയത്തൊക്കെ ഞാൻ ഏട്ടനെ നിർബന്ധിക്കാറുണ്ട് കേട്ടോ, ഒന്ന് എഡിറ്റ് ചെയ്ത് തരുമോ, അല്ലെങ്കിൽ ഒന്ന് വോയിസ് കൊടുക്കൂ, അല്ലെങ്കിൽ ഒന്ന് വീഡിയോ എടുത്ത് തരുമോ, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഏട്ടൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. ചേട്ടൻ പറയുന്നത് നിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റിയാണ്, ഇത് എന്ത് വന്നാലും നീ തന്നെ സഹിച്ചോണം. അപ്പോൾ അങ്ങനെയാണ് ഏട്ടൻ്റെ ഒരു ഇത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഏട്ടൻ വീഡിയോസ് ഒന്നും എടുത്ത് തരാത്തതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ എവിടെയെങ്കിലൊക്കെ പുറത്തൊക്കെ പോകുമ്പം കുറേ നിർബന്ധിച്ചിട്ടാണ് എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത് കേട്ടോ. ചില സമയത്തൊക്കെ ഭയങ്കര കാര്യമായിട്ടൊക്കെ എടുത്തു തരും. ഞാൻ അങ്ങോട്ട് തന്നെ പറയും ഞാൻ എടുത്തു തരാം എന്ന് പറഞ്ഞിട്ട് എടുക്കുന്ന സമയമുണ്ട്. അപ്പോൾ അല്ലാണ്ട് ഞാൻ തന്നെയാണ് കേട്ടോ, ക്യാമറ എല്ലാം കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നതെല്ലാം ഞാൻ തന്നെയാണ്, പിന്നെ എഡിറ്റ് ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഏത് ആപ്പ് വഴിയാണ് എഡിറ്റ് ചെയ്യുന്നതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഇൻഷോട്ട് എന്ന് പറയുന്ന ആപ്പാണ് കേട്ടോ. അപ്പോൾ എനിക്ക് അത് ആപ്പ് യൂസ് ചെയ്തപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല ആദ്യം. പക്ഷേ അതിന് മുന്നേ ഒരെണ്ണം ഇങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ഞാനിങ്ങനെ ചെയ്തിരുന്നു കേട്ടോ, കൈൻ മാസ്റ്റർ എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ്. പക്ഷേ അത് അത്ര എനിക്ക് അങ്ങോട്ട് പറ്റുന്നില്ലായിരുന്നു. അങ്ങനെയാണ് പിന്നെ ഞാൻ ഈ ഇൻഷോട്ട് എന്ന് പറയുന്ന ആപ്പിൽ തന്നെ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് നല്ലൊരു ആപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ എന്നും വീഡിയോ ഇടാത്ത എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം എന്നും വീഡിയോ ഇടുകയാണെങ്കിൽ കുറച്ചും കൂടി റീച്ച് ആവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ അറിയാവുന്ന യൂട്യൂബിനെ കുറിച്ച് അറിയാവുന്ന ആളുകൾ കേട്ടോ. അപ്പം എനിക്കങ്ങനെ എന്നും വീഡിയോ ഇടാനായിട്ട് പറ്റുന്നില്ല. എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് ഇടണമെന്ന്, പക്ഷേ നമ്മുടെ പാവന്മാർ രണ്ടുപേരും സഹകരിച്ചാൽ മാത്രമേ എനിക്ക് എന്നും വീഡിയോ ഇടാൻ പറ്റൂ. അപ്പം എഡിറ്റ് ചെയ്യണം, അതുപോലെ വോയിസ് ഓവർ കൊടുക്കേണ്ടതാണെങ്കിൽ അങ്ങനെ കൊടുക്കണം. അപ്പോൾ അങ്ങനെ കുറേ കടമ്പകളുണ്ട് ഇതിനകത്ത്. അപ്പോൾ അതെല്ലാം ഒത്തുവരാണെങ്കിൽ മാത്രമേ എനിക്ക് ഡെയിലി ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവരുടെ ബഹളം കഴിഞ്ഞിട്ട് വേണം എനിക്ക് എഡിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ വീഡിയോ എടുക്കുകയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഡേ ഇൻ മൈ ലൈഫൊക്കെ എടുക്കുകയാണെങ്കിൽ ഇവരുടെ ഒരു ഫുൾ സഹായത്തോടു കൂടി മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റൂ. എന്ന് വെച്ചാൽ ഞാൻ ജോലി ചെയ്യുന്നതൊക്കെ വീഡിയോയിൽ കാണിക്കണം, ഫുഡുണ്ടാക്കുന്നത് കാണിക്കണം. അപ്പം ഇവർ കരയാതെ അനങ്ങാതെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് തരണം. ഇപ്പം ഈ വീഡിയോ എടുക്കുമ്പോൾ പോലും നമ്മുടെ വാവ ഇവിടെ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഓരോ സൗണ്ടൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല നമുക്ക് പുറത്തോട്ട് പോയിരുന്ന് ചെയ്യാനുള്ളൊരു സാഹചര്യവും ഇല്ല വീഡിയോ. പിന്നെ കുറച്ചെന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ കാണും, നമ്മൾ ഫാൻ ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ സൗണ്ട് ഇതിനകത്ത് വരും. അപ്പോൾ അതൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുന്നു കേട്ടോ, സോറി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡെയിലി വീഡിയോ ഇടാൻ എനിക്ക് പറ്റാത്ത. ആഗ്രഹമുണ്ട്, ഒരുപാട് ആഗ്രഹമുണ്ട്. ഞാൻ കഴിയുന്നതും ഞാൻ ഇനി ശ്രമിക്കാം കേട്ടോ, ഇന്നും വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എനിക്ക് യൂട്യൂബിൽ നിന്ന് ഏണിങ്സ് കിട്ടി തുടങ്ങിയോ എന്നാണ് കേട്ടോ. കുറേ പേര് ചോദിക്കുന്നുണ്ട്, കാശൊക്കെ കിട്ടാൻ തുടങ്ങിയല്ലേ എന്തൊക്കെ ഉള്ള ഒരു രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അല്ലാതെയും ചോദിക്കുന്ന ആളുണ്ട്, എന്തെങ്കിലും കിട്ടാൻ തുടങ്ങിയോ, ഇപ്പോഴാണ് കിട്ടുമോ, അങ്ങനെയൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ അവർക്കൊരു ആകാംക്ഷ അതിനകത്തുനിന്ന് വല്ലതും കിട്ടുമോ എന്നൊക്കെയുള്ളൊരിത്. അപ്പോൾ എനിക്കിതുവരെ കിട്ടാൻ തുടങ്ങിയില്ല, താമസിയാതെ തന്നെ തുടങ്ങും. നമ്മുടെ ചാനലിൽ മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ഒരു ക്രൈറ്റീരിയ ഉണ്ട്. അപ്പോൾ ആ ഒരു കടമ്പ കഴിഞ്ഞാൽ നമുക്ക് ചാനലിൽ നിന്ന് ഏണിങ്സ് കിട്ടാൻ തുടങ്ങുള്ളൂ കേട്ടോ. അപ്പോൾ അത് കഴിയണമെങ്കിൽ നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവർ ആവണം. എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു, പക്ഷേ 4000 വാച്ച് അവർ ഇതുവരെ കംപ്ലീറ്റ് ആയില്ല കേട്ടോ. അപ്പം താമസിയാതെ കഴിയും എന്ന് ആണ് എൻ്റെ പ്രതീക്ഷ. എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പം ലൈവ് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലൈവ് പോകുന്ന സമയത്ത് നന്നായിട്ട് വാച്ച് അവറും അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സും കയറാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ലോങ് വീഡിയോസും അല്ലെങ്കിൽ ഷോർട്സ് ആയാലും ഇടുമ്പോൾ തുച്ഛമായിട്ടുള്ള ആളുകൾ മാത്രമാണ് കേട്ടോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സായിട്ടൊക്കെ കയറുന്നത്. അതുപോലെ തന്നെ വെറും കുറഞ്ഞ വാച്ച് അവറും ആയിരുന്നു എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷെ നമ്മൾ ലൈവിൽ വരാൻ തുടങ്ങിയപ്പോഴത്തേക്ക്
ഒരുപാട് ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാനും തുടങ്ങി. അതുപോലെ തന്നെ വാച്ച് അവർ കൂടാൻ തുടങ്ങി. നമ്മൾ സബ്സ്ക്രൈബേഴ്സായിട്ട് വരുന്നതിൽ ഒരു 3/4 ആളുകളും നമ്മുടെ വീഡിയോസൊക്കെ കാണാൻ തുടങ്ങി. അതുപോലെ തന്നെ ലൈവിലും നന്നായിട്ട് അവർ കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് നല്ല സന്തോഷമുണ്ട്. അവരോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. പക്ഷേ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് നന്ദിയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അവർ ഇപ്പോൾ ഒരാൾ വന്നു കഴിഞ്ഞാൽ അവർ പോയിട്ട് അവരുടെ കൂടെയുള്ള ആളുകളെയും കൂടി കൊണ്ടുവരികയാണ് നമ്മുടെ ലൈവിലേക്ക്. ഇങ്ങനെ ഒരു കുട്ടിയുണ്ട്, അവൾ വലിയ കുഴപ്പമൊന്നുമില്ല, നമുക്ക് നന്നായിട്ട് കാണാം, അല്ലെങ്കിൽ ഫാമിലി ആയിട്ടായാലും ഇരുന്ന് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ലൈവാണ്. അപ്പോൾ അങ്ങനെ പറയുമ്പം ആളുകൾക്കൊരു ഇൻട്രസ്റ്റ് ഒക്കെ തോന്നും. അപ്പോൾ അങ്ങനെ വന്ന് നമുക്ക് ഒരുപാട് പേര് വന്ന് മെസ്സേജ് ഇടുന്നത്, ഇന്ന ആൾ പറഞ്ഞിട്ടാണ് വന്നത്, ഇന്ന ആൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു, ലൈക്ക് ചെയ്യാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടൊക്കെ വന്നിട്ട് നമ്മുടെ വീഡിയോ കാണാനായിട്ട് വരുന്ന ആളുകളുണ്ട് കേട്ടോ. അവരോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത്. പക്ഷേ അവരില്ലായിരുന്നെങ്കിൽ ശരിക്കും ഞാൻ യൂട്യൂബ് ചാനൽ നിർത്തേണ്ടി വന്നേനെ. അപ്പം ആദ്യമൊക്കെ ഇങ്ങനെ ഇടുമ്പോൾ ഭയങ്കര പാടായിരുന്നു സബ്സ്ക്രൈബേഴ്സ് കയറാൻ വേണ്ടിയിട്ട്. ഞാനും ഏട്ടനും കുറേ പാടുപെട്ടു സബ്സ്ക്രൈബേഴ്സിനെ കയറ്റാൻ വേണ്ടിയിട്ട്. അപ്പം ഒരു 500 വരെയൊക്കെ എങ്ങനെയാണ് വന്നതെന്ന് എനിക്ക് അറിയത്തു പോലുമില്ല കേട്ടോ. ഭയങ്കരമായിട്ട് പാട്ടു. കുറേ നാൾ എനിക്ക് തോന്നുന്നു ഒരു വർഷത്തോളമെങ്കിലും കാത്തിരുന്ന് കാണും ഈ 500 പേര് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഏട്ടനും ഇങ്ങനെ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ആളുകളോടൊക്കെ പറയാൻ തുടങ്ങി. ഞാനും പോകുന്നിടത്തൊക്കെ പറയാൻ തുടങ്ങി. ഷെയർ ചെയ്തു, വാട്സപ്പിൽ ഷെയർ ചെയ്തു. ഫ്രണ്ട്സിന് തന്നെ ഒരു 10-20 വട്ടമൊക്കെ ഒരാൾക്ക് തന്നെ ഷെയർ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഒരു 1000 പേരൊക്കെ ആവാറായി. അപ്പോൾ അങ്ങനെ എങ്ങനെയോ ഒരു 1000 പേരെ എങ്ങനെയോ ഒപ്പിച്ചെടുത്തിട്ടോ. പിന്നെ ഇങ്ങനെ ആളുകൾ ലൈവ് വരുന്ന കണ്ടപ്പം എനിക്ക് തോന്നി ഒന്ന് ലൈവിൽ പോയി നോക്കാം എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല. അപ്പോഴും എനിക്ക് എൻ്റെ ഫേസൊക്കെ കാണിച്ചിട്ട് ലൈവ് ചെയ്യാനൊരു പേടി. ഇപ്പോൾ എന്താണ് എങ്ങനെയാണെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ കുറേ ആളുകൾ ലൈവ് ചെയ്യുന്നത് കണ്ടു. യൂട്യൂബിൽ തന്നെ കയറി നോക്കി എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നൊക്കെ ഞാൻ നോക്കി. സെർച്ച് ചെയ്ത് കുറേ സെർച്ച് ചെയ്തു. അങ്ങനെ ഞാൻ വിചാരിച്ചെന്നാൽ കുഴപ്പമില്ല, രണ്ടും കളിപ്പിച്ചിറങ്ങാം. എന്തായാലും നനഞ്ഞില്ല, ഇനി കുളിച്ച് കയറാമെന്നുള്ള രീതിയിൽ ഞാൻ രണ്ടും കളിപ്പിച്ചങ്ങോട്ട് ഇറങ്ങി. അപ്പോൾ അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് ലൈവ് ഇടുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കാട്ടിലമ്പലത്തിൽ വെച്ചിട്ടാണ് കേട്ടോ ആദ്യമായിട്ട് ലൈവ് ഇടുന്നത്. അപ്പോൾ അന്ന് എൻ്റെ ഫേസ് ഒന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ എൻ്റെ സ്ഥലം ചെറുതായിട്ടൊന്ന് മാറി ഇരുന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വാവ ഇവിടെ ഭയങ്കര ബഹളമായിരുന്നു. ഞാൻ അവിടെ ഇരിക്കാൻ സമ്മതിക്കില്ല, അവൾക്ക് കളിക്കണം, അവളുടെ ട്രെയിൻ ഉണ്ടാക്കി കളിക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചിങ്ങോട്ട് മാറിയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, കണ്ടില്ലേ ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വീഡിയോ എടുക്കാൻ ഞാൻ സമ്മതിക്കില്ല, എന്ത് ചെയ്യാനാണ്. അതാണ് വാവയുടെ ഒരിത്. എടുക്കണ്ട അമ്മച്ചി വീഡിയോ എടുക്കണ്ട എന്നുള്ള രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ സൗണ്ടൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ നമ്മൾ ലൈവ് ഇടാൻ തുടങ്ങിയതൊക്കെയാണ് നമ്മുടെ ചാനലിൽ വാച്ചവറും അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സും കൂടാൻ തുടങ്ങിയത് കേട്ടോ. ഇപ്പം ഒരു 1500 1.5K എന്ന് പറയുമ്പോഴാണ് ആളുകൾ ഇത്രയും ഉണ്ടോ എന്നൊക്കെ തോന്നുന്നത്. അപ്പോൾ 1500 കഴിഞ്ഞു, 600 കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ ലൈവിൽ വരുന്ന ആളുകളോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയാനുള്ളത്. അപ്പോൾ അവരില്ലായിരുന്നെങ്കിൽ ഞാൻ ഒന്നും ആവില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അവർ എല്ലാവർക്കും ഒരുപാട് നന്ദി. പിന്നെ നമ്മുടെ വീഡിയോസ് കാണുന്ന നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനും, നമ്മുടെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ട് വന്ന ആളുകളാണ് എല്ലാവരും. അതുകൊണ്ട് അവരോട് പ്രത്യേകിച്ച് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഏണിങ്സ് ഒന്നും കിട്ടാൻ തുടങ്ങിയില്ല. തുടങ്ങുമ്പോൾ ഞാൻ എന്തായാലും നിങ്ങളുടെ അടുത്ത് പറയും, ഉറപ്പായിട്ട് ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യണം. ഞാൻ ഇനിയും വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ബൈ ബൈ.